നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ ഭക്തസജ്ജനങ്ങൾക്കും സ്വാഗതം. 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാക്ഷേത്രമായ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുവാൻ പോകുന്നത്. ത്രേതായുഗത്തിൽ ശ്രീ പരശുരാമൻ ഈ സ്ഥലത്ത് യാഗം ചെയ്ത് തപസ്സനുഷ്ഠിച്ചിരുന്നു. യാഗാവസാനത്തിൽ ഒരു പ്രദോഷ സന്ധ്യാസമയത്തിൽ യോഗാരൂഢനായ ശിവനെ പ്രതിഷ്ഠിച്ചു. ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിൽ ക്ഷേത്രത്തിൻ്റെ പഴമയെ സ്വാധീനിക്കുന്നു. പരദേശിയുടെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രം AD 1-ാം നൂറ്റാണ്ടിലാണ് പുനരുദ്ധരിച്ചത്. ശ്രീ മൽക്കുണ്ടപുരം എന്ന പേരിൽ പൗരാണിക പ്രമാണങ്ങളിൽ അറിയപ്പെടുന്ന തൃക്കണ്ടിയൂർ ശിവക്ഷേത്രവും പരിസരങ്ങളും ഒരു കൈലാസ മന്ദിരമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശ്രീലകത്ത് ധ്യാന നിമഗ്നനായിരിക്കുന്ന ശ്രീ പരമേശ്വരനും സമീപത്തായി ഭണ്ഡാരക്കാവിൽ ശ്രീ പാർവതിയും അമ്പലക്കുളങ്ങരയിൽ മകളായി ശ്രീ ഭദ്രകാളിയും കുമരമംഗലത്തിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയും അയ്യപ്പക്ഷേത്രവും നാലമ്പലത്തിനകത്ത് ഗണപതിയും പരശുരാമനും സമീപത്ത് വൈശ്രവണൻ്റെ ക്ഷേത്രവും പ്രതിഷ്ഠയുള്ളതിനാൽ കൈലാസമന്ദിരം എന്ന പേർ തൃക്കണ്ടിയൂരിന് അനുയോജ്യമാണെന്നതിന് സംശയമില്ല. പ്രദോഷസന്ധിയിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയതിനാൽ പ്രദോഷ പൂജയും തൃപ്പുകയും ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ചടങ്ങുകളാണ്. മണ്ഡലം 41 ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്ന ശക്തിപൂജ ഏറെ വിശേഷപ്പെട്ടതാണ്. പുലർച്ചെ 4:30 ക്ഷേത്രം തന്ത്രിയാണ് ഏറെ പ്രാധാന്യമുള്ള ശക്തിപൂജ നടത്തുന്നത്. ശ്രീ പാർവതി പരിവാര സമേതം പുറത്തിറങ്ങിയപ്പോൾ ഒരു വൃദ്ധ സന്യാസി വിശന്നു വലഞ്ഞ് ക്ഷീണിതനായി കിടക്കുന്നത് പാർവതി ദേവി കാണുകയും തിടപ്പള്ളിയിൽ ചെന്ന് അരിയും ശർക്കരയും ഉപയോഗിച്ച് പായസം ഉണ്ടാക്കി അനന്തരം ദേവി വാരസ്യാരുടെ രൂപത്തിൽ വന്ന് വൃദ്ധ സന്യാസിക്ക് നൽകുകയും ചെയ്തു എന്നൊരു ഐതിഹ്യം ഈ പൂജയ്ക്ക് പുറകിലുണ്ട്. അത്രമേൽ വിശിഷ്ട ഫലസിദ്ധിയുള്ള ഈ ശക്തിപൂജ നടത്തുവാൻ കേരളത്തിൻ്റെ പുറത്തുനിന്നുവരെ ധാരാളം ഭക്തരാണ് എത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ അമ്പലക്കുളങ്ങര ക്ഷേത്രത്തിൽ ദേവി ഭദ്രകാളി ഭാവത്തിൽ തൃക്കണ്ടിയൂരപ്പൻ്റെ മകളെന്ന സങ്കല്പത്തിൽ കുടികൊള്ളുന്നു. മേടമാസത്തിലെ രോഹിണി നാളിലാണ് ദേവിയുടെ പ്രതിഷ്ഠാദിനം. വളരെ വിപുലമായിട്ടാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ഇടവമാസത്തിലെ മകീരം നക്ഷത്രത്തിലാണ് ഭഗവാന് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം കളഭാഭിഷേകത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാരംഭമാകുന്നത്. തുലാമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ സപ്തമി രാത്രിയിൽ പാണി കൊട്ടി ആരംഭിക്കുന്ന വാവുത്സവം അമാവാസി ദിവസം ഭണ്ഡാരക്കാവിലേക്കുള്ള എഴുന്നള്ളത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഭണ്ഡാരക്കാവിൽ ശ്രീ പാർവതിയാണ് സങ്കല്പം. ഭഗവാന്റെ അന്നത്തെ ദീപാരാധന, അത്താഴപൂജ, ശീവേലി എന്നീ ചടങ്ങുകൾ അവിടെയാണ് നടത്താറുള്ളത്. രാത്രി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് ആർഭാടങ്ങളൊന്നുമില്ലാതെ എഴുന്നള്ളുന്നതോടുകൂടിയാണ് ഉത്സവം പരിപൂർണമായും അവസാനിക്കുന്നത്. അന്നേ ദിവസം മാത്രമേ ഭണ്ഡാരക്കാവിൽ ദർശനമുണ്ടാകൂ എന്നുള്ളതും വടക്കേ നടയിലൂടെയാണ് ഭണ്ഡാരക്കാവിലേക്ക് എഴുന്നള്ളുന്നത് എന്നതിനാൽ ആ ദിവസം മാത്രമേ വടക്കേ വാതിൽ തുറക്കുകയുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ടുന്നതായ വ്യത്യസ്ത ചടങ്ങാണ്. ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതി, പരശുരാമൻ, അന്തിമഹാകാളൻ, നാഗങ്ങൾ എന്നീ ചൈതന്യങ്ങളാണ് പ്രതിഷ്ഠ.
കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണു പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ശ്രീകോവിലിൽ നിറസാന്നിധ്യമായി വിരാജിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു വരുന്ന ഭക്തർ പോലും വർഷത്തിൽ 4 തവണയെങ്കിലും തൃക്കണ്ടിയൂരപ്പനെ തേടിയെത്തുന്നു എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മഹിമയെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അനേക രൂപരൂപായ ശിവായ പരമാത്മനെ ഓം നമഃ ശിവായ.